Node.jsൽ ഫയൽ അപ്ലോഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫയൽ അപ്ലോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് Node.jsൻ്റെ കൂടെ Express.js യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ Express.jsൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫയൽ അപ്ലോഡിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഫയൽ അപ്ലോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യുന്നത് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊജക്റ്റിൽ ഒരു ആൽബം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റ വ്യൂ ചെയ്യുന്നൊരു പ്രൊജക്റ്റാണിത്. സോ ഇവിടെ നമ്മൾ ഒരു ആൽബം ആഡ് ചെയ്യുന്ന കേസിൽ ആൽബം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ടൈറ്റിൽ, ഓതർ നെയിം, അതുപോലെ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുകയും ഒരു ഇമേജ് നമുക്ക് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയും ആ അപ്ലോഡ് ചെയ്ത ഇമേജിൻ്റെ ഡിസ്പ്ലേ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഫോം കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് നമ്മളവിടെ വേറൊരു ടൈപ്പ് ഓഫ് ഫോം അവിടെ കൊടുക്കുന്നത് പോലെ തന്നെ ഫയൽ അപ്ലോഡ് എങ്ങനെയാണ് ഫയൽ ആക്സസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജാണ് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത്. പേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ആഡ് ആൽബം എന്ന് പറയുന്ന ഒരു വ്യൂ, ആ ഒരു വ്യൂവിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താനുണ്ട്. ഒന്നാമത് നമുക്കിവിടെ ഒരു ഇൻപുട്ട് ഫീൽഡ് ആഡ് ചെയ്യണം. നമുക്ക് ഇപ്പോൾ നമ്മൾ 3 ഫീൽഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ പുതിയൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഫീൽഡും കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ഫയൽ എന്ന് കൊടുക്കുന്നു. നെയിം ഞാനിവിടെ തൽക്കാലം ഇമേജ് എന്നാണ് കൊടുക്കുന്നത്. ദെൻ പ്ലേസ് ഹോൾഡർ ഇവിടെ ആവശ്യം വരുന്നില്ല. എന്നാലും നമുക്കിവിടെ ചൂസ് ആൻഡ് ഇമേജ് ടു അപ്ലോഡ് എന്നങ്ങനെ ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഇതുവരെ ചെയ്തത് കൂടുതലും നോർമലി ഉള്ള ടെക്സ്റ്റ് കണ്ടന്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഫയലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫയലും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഫോമിൽ നമ്മൾ ഒരു ആട്രിബ്യൂട്ടും കൂടി കൊടുക്കുന്നുണ്ട്. enc ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് മൾട്ടിപാർട്ട് /ഫോം ഡേറ്റ എന്നുള്ള രീതിയിൽ നമ്മൾ ഇമേജിൻ്റെ ടൈപ്പ് നമ്മളവിടെ മാറ്റും. സോ ഇത്രയും ചെയ്തതിന് ശേഷം ആഡ് ആൽബം പേജ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കവിടെ വരും. സോ ഇതുവരെയാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുശേഷം നമ്മളിവിടെ URL നിന്ന് നമുക്ക് ഡേറ്റ ഫെച്ച് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു ആക്ഷൻ പോകുന്നത് ആഡ് ആൽബം എന്ന് പറയുന്ന ഒരു URL-ലേക്കാണ്. ആഡ് ആൽബം നമ്മുടെ അഡ്മിൻ കൺട്രോളർ എന്നുള്ളൊരു കൺട്രോളറിനകത്തെ ആഡ് ആൽബം പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിലേക്കാണ് പോകുന്നത്. സോ ഈ ഒരു ഫംഗ്ഷനാണ് ഇതിൻ്റെ സേവിങ് പ്രോസസ്സ് എല്ലാം ചെയ്യുന്നത്. സോ ഇവിടെ നമ്മുടെ URL നിന്നും ഓരോ പാരാമീറ്റേഴ്സിനെ ഇവിടെ ഫെച്ച് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മളിവിടെ നമ്മുടെ app.jsൽ നമ്മൾ 1-2 കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. app.jsലേക്ക് വന്നു കഴിഞ്ഞാൽ URL എൻകോഡഡ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രസ് URL എൻകോഡഡ് എന്ന് പറയുന്ന ഈ ഒരു രീതിയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫയൽ അപ്ലോഡിംഗ് പ്രോസസ്സൊക്കെ നമ്മൾ ഈ URL നിന്ന് നമ്മുടെ ഡേറ്റ പാഴ്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫീച്ചറാണ്, ഈ ഒരു മിഡിൽവെയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഫയൽ അപ്ലോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി വരുന്നത് കൊണ്ട് നമ്മളിവിടെ അഡീഷണൽ ആയിട്ടുള്ളൊരു പാക്കേജും കൂടി നമ്മൾ ആഡ് ചെയ്യും. സോ ആ പാക്കേജിൻ്റെ പേര് മൾട്ടർ എന്നാണ്. മൾട്ടറിൻ്റെ ഇൻസ്റ്റാളേഷനാണ്. സോ ഈ ഒരു പർട്ടിക്കുലർ പാക്കേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫയൽ അപ്ലോഡിംഗ് പ്രോസസ്സ് എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി ആദ്യം നമ്മൾ മൾട്ടറിനെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. നമ്മളിവിടെ മൾട്ടർ ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഈ ഒരു പാക്കേജിനെ നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാതെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഒരു ഫോം സബ്മിഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നോർമലി ഇമേജ് അത്തരം കാര്യങ്ങളുണ്ട്. ഇത് സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ നേരെ ആഡ് ആൽബം പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിലേക്കാണ്. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് നോക്കിയാൽ കാണാം 3 ഫീൽഡ്, ടൈറ്റിൽ, ഓതർ നെയിം, ഡിസ്ക്രിപ്ഷൻ, ഈ 3 ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്.
സോ ഇതിന് വേണ്ടിയിട്ട് ആൽബം എന്നുള്ളൊരു മോഡലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൽബം മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ മോഡലാണ്. സോ ഇവിടെ നമുക്ക് ഒരു അഡീഷണൽ ഫീൽഡും കൂടി നമുക്ക് വേണം. സോ ഇമേജ് എന്ന് പറയുന്നൊരു ഫീൽഡും കൂടി വേണം. ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഇമേജ് URL ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഇമേജ് URL എന്ന് തന്നെ കൊടുക്കാം. ടൈപ്പ് നമുക്ക് സ്ട്രിങ് ആണ് വേണ്ടത്, അത് റിക്വയർഡ് ആണ്. അതായത് ഒരു ആൽബം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇമേജ് URL എന്ന് പറഞ്ഞ ഫീൽഡും കൂടി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മുടെ ഹോം പേജ് റെൻഡർ ചെയ്യുന്നത് ഹോം EJS എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ ഫയലിലാണ്. ഈ ഫയലിൽ നമ്മൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു IMG ടാഗ് കൊടുത്തിട്ടുണ്ട്. ഈ IMG ടാഗ് എന്ന് പറയുന്നത് ഇമേജ് URL എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ മൾട്ടർ എന്നുള്ള പാക്കേജ് ഞാനിവിടെ റിക്വയർ ചെയ്തു. ഇനി നമുക്ക് മൾട്ടറിനെ നമുക്കിവിടെ യൂസ് ചെയ്യണം. യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ app.use വിളിക്കുകയാണ്. ഇതിനുള്ളിൽ നമ്മൾ മൾട്ടർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കോൾ ചെയ്യുന്നതിന് ഞാനിവിടെ ഒരു ഇമേജ് മാത്രമാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ലെറ്റ്സ് ഒരു ഇമേജ്, ആ ഒരു ഇമേജിൻ്റെ നെയിം എന്ന് പറയുന്നത് ഇമേജ് അല്ല, നമ്മുടെ ഇമേജിൻ്റെ ഫീൽഡിൻ്റെ ഇൻപുട്ട് ഫീൽഡിൻ്റെ നെയിം എന്ന് പറയുന്ന ഇമേജ് എന്നാണ്. സോ ഈ ഇമേജ് എന്നുള്ള ഫീൽഡാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് ശേഷം നമുക്ക് വേണ്ടത്, നമുക്ക് ഇത് കുറച്ച് മുകളിലേക്ക് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ സിംഗിൾ എന്നുള്ളൊരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ കാരണം അത് ഒരു സിംഗിൾ ഇമേജ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഈ മൾട്ടറിൻ്റെ കൂടെ നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു 1-2 പാരാമീറ്റേഴ്സും കൂടി കൊടുക്കും. ഒന്ന് ഡെസ്റ്റിനേഷനാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഫോൾഡറിലേക്കാണ് നമ്മൾ ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു പേര്, ഏത് ഫോൾഡർ ആണെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അപ്ലോഡ്സ് എന്നുള്ളൊരു ഫോൾഡറാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഈ അപ്ലോഡ്സ് എന്നുള്ള ഫോൾഡർ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ഈ ഒരു ലൈനിൽ പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മളിവിടെ സ്റ്റാറ്റിക് ഫോൾഡർ എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ ഈ പബ്ലിക് എന്നുള്ള ഫോൾഡറിനുള്ളിലാണ് നമ്മുടെ CSS ജാവാസ്ക്രിപ്റ്റ് ഫയൽസ് എല്ലാം സേവ് ചെയ്തിരിക്കുന്നത്. അത് പബ്ലിക്കലി നമ്മുടെ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യണം. അതിനുള്ള ഫയൽസ് എല്ലാം മറ്റുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാനും പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിന് സ്റ്റാറ്റിക് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇമേജ് എന്ന് പറയുന്ന ഈ ഇമേജസ് ഇരിക്കുന്ന അപ്ലോഡ്സ് എന്നുള്ളതിന് പകരം ഞാനിവിടെ ഇമേജസ് എന്ന് കൊടുക്കുകയാണ്. സോ ഈ ഇമേജസ് ഫോൾഡറും ഇതുപോലെ തന്നെയാണ്. അതായത് ഈ ഇമേജസ് ഫോൾഡറിൻ്റെ പ്രത്യേകത, ഈ ഇമേജസ്, ഇതിനകത്തുള്ള ഇമേജസ് നമുക്ക് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഫോൾഡർ നമുക്ക് പബ്ലിക്കലി ആക്സസിബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇമേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനും കൂടി ഞാനിവിടെ നമ്മുടെ ഫോൾഡറിനെ സ്റ്റാറ്റിക് ഫോൾഡറായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ ഞാനിവിടെ റൂട്ട് ഏതാണെന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് /images എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്കാണ് എൻ്റെ പാത്ത് വരുന്നത്. സോ അതിനകത്ത് ഞാനിവിടെ ഈ ഇമേജസ് എന്നുള്ള ഒരു നെയിം കൊടുത്തു. സോ ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ ഫോൾഡർ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി ചെയ്തത്. ഓക്കെ, സോ ഇനി നമ്മളിവിടെ മൾട്ടർ ഇവിടെ യൂസ് ചെയ്തു. ഇനി നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ നമ്മുടെ കൺട്രോളറിലേക്ക് വരാം. സോ നമ്മളിവിടെ നമ്മുടെ ഫയൽ, ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഫയല് ടൈപ്പ്, അതിൻ്റെ ടൈപ്പ് ഫയൽ എന്ന് കൊടുത്തു. ദെൻ എൻ്റെ നെയിം ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അഡ്മിൻ കൺട്രോളറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സുകൾ ഇരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഒരു ഇമേജ് ഏതാണെന്നുള്ളത് നമുക്ക് കിട്ടണം. ഓക്കെ, സോ ഇമേജ് ഏതാണെന്നുള്ളത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇമേജ് എന്ന് പറഞ്ഞതിന് ശേഷം request.file എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫയലിലെ ഡേറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ അത് ഏത് രീതിയിലാണ് ഡേറ്റ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ ഇവിടെ ലോഗ് ചെയ്യുന്നു, ഇമേജ് ഇവിടെ ലോഗ് ചെയ്യുന്നു. ഓക്കെ, സോ ഇമേജ് ലോഗ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഡേറ്റ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, സോ ആൽബം 1 എന്നുള്ള കണ്ടൻറ്റ് മൈക്ക് എന്ന് പറയുന്ന ഒരു ഇത്
നമ്മളിന്ന് റാൻഡംലി ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇവിടെ ഓക്കെ, ഒരു ഫോട്ടോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു. ദെൻ സം കണ്ടൻറ്റ്, ജസ്റ്റ് ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നു, ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ കാണാം ലോഗ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഈ പറയുന്ന ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു റിക്വസ്റ്റ് ഡോട്ട് ഫയൽ എന്ന് പറയുന്നത് എന്താണെന്നോ ലോഗ് ചെയ്തിട്ടുണ്ട്. ഈ ലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫീൽഡ് നെയിം ഇമേജ്, അതുപോലെ ഒറിജിനൽ നെയിം എന്താണ്, എൻകോഡിങ്, മൈം ടൈപ്പ്, ഡെസ്റ്റിനേഷൻ. നമ്മൾ കൊടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇമേജസ് ആണ്. മൈം ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പാണ്, image/jpeg ആണ്. ദെൻ ഒരു ഫയൽ നെയിം അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു പാത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു സൈസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ഫോൾഡർ സ്ട്രക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഇവിടെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ ഫയൽ നെയിം എന്ന് പറഞ്ഞേക്കുന്ന രീതിയിലുള്ള ഒരു ഫയൽ നെയിം ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഓക്കെ, സോ ഇത് ഒരു മൾട്ടർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫയൽ നെയിമാണ്. നമുക്കിത് കാണാൻ പറ്റില്ല കാരണം ഒരു എക്സ്റ്റൻഷൻ അതിന് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതിനൊരു .jpg എന്നുള്ളൊരു എക്സ്റ്റൻഷനും കൂടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇമേജ് ഏതാ വരുന്നതെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് തന്നെയാണോ വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കിയാൽ കാണാൻ നമ്മൾ അപ്ലോഡ് ചെയ്ത അതേ ഇമേജ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിനകത്ത് ഡേറ്റ നമുക്ക് അവൈലബിൾ ആയി, നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് നമുക്കവിടെ വിസിബിൾ ആയി. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഫയൽ നെയിം കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഇതിന് ഏത് രീതിയിലാണ് സ്റ്റോറേജ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഫയൽ നെയിം കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം ഡേറ്റാബേസിലേക്ക് നമുക്ക് ഇതിനെ സേവ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിൽ നമുക്കിത് അവൈലബിൾ ആയിരിക്കണം. സോ അത്തരം കാര്യങ്ങളാണ് നമുക്കിനി ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ ഫയൽ കിട്ടി. ഈ ഫയൽ കിട്ടിയതിന് ശേഷം നമ്മളിവിടെ പാത്ത് എന്ന് പറയുന്നൊരു ഡേറ്റ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ ഈ പാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് ഇരിക്കുന്ന ലൊക്കേഷനാണ്, ഈ ഒരു ലൊക്കേഷനാണ്. സോ ഈ ലൊക്കേഷൻ ആണ് നമ്മുടെ ഇമേജ് URL-ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ ഇവിടെ തൽക്കാലം ഞാൻ image.path ആണ് ഇവിടെ ഇമേജ് URL-ആയിട്ട് ഞാനിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏതാണോ പാത്ത് ഇവിടെ ജനറേറ്റ് ആവുന്നത് അതിവിടെ ഇമേജ് URL-ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇമേജ് URL എന്ന് പറയുമ്പം ഈ പാത്ത് എന്ന് പറയുന്നത് ഈ ഫയൽ നെയിം ആക്ച്വലി ഓട്ടോമാറ്റിക്കലി മൾട്ടർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫയൽ നെയിമാണ്. അതിന് എക്സ്റ്റൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നമുക്കത് ചേഞ്ച് ചെയ്യണം. ആക്ച്വലി ഒരു JPG ഇമേജ് ആയിട്ട് നമുക്കതിനെ കിട്ടണം. സോ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് AppJS-ലേക്ക് വന്നതിന് ശേഷം ഇവിടെ 1-2 അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഒന്ന് പറയുന്നത് ഈ ഒരു ഇമേജിൻ്റെ സ്റ്റോറേജ് ഡിസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ആ ഒരു കാര്യം നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് ഫയൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. സോ ഈ ഒരു വേരിയബിൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സോ multer.disk സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കൊടുക്കുന്നത്. ഡെസ്റ്റിനേഷൻ കൊടുക്കാം. ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നു. ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഏതാണോ നമ്മുടെ ഫോൾഡറിൻ്റെ ഡെസ്റ്റിനേഷൻ ഫോൾഡർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. സോ ഇവിടെ ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നത് ഒരു ആരോ ഫംഗ്ഷൻ ആയിട്ടാണ്. നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്, റെസ്പോൺസ് ഉണ്ട്, അതിനൊരു കോൾ ബാക്കും കൂടിയുണ്ട്. സോ അതിന് ശേഷം ഇവിടെ കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഫസ്റ്റ് നൾ ദെൻ ഇമേജസ്, ഈ ഒരു രീതിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ ഫയൽ നെയിം കൊടുക്കുന്നു. ഫയൽ നെയിമും റിക്വസ്റ്റ് ഫയൽ കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആരോ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ കോൾ ബാക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് നൾ എന്ന് കൊടുക്കുന്നു. ദെൻ ഇനി നമുക്ക് എന്താണോ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫയൽ നെയിം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫയൽ നെയിം കൊടുക്കുന്നതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഡേറ്റ് ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ISO സ്ട്രിംഗ് ആയിട്ട് ഞാൻ അതിനെ കൺവേർട്ട് ചെയ്യുന്നു. അത് നമുക്കൊരു ടൈം സ്റ്റാമ്പിൻ്റെ ഒരു ഫോമാറ്റിലുള്ള ഡേറ്റ കിട്ടും. ദെൻ കൺകാറ്റിനേഷൻ യൂസ് ചെയ്തതിന് ശേഷം
ഞാനൊരു അണ്ടർസ്കോർ ഇവിടെ കൊടുക്കുന്നു. ദെൻ അതിൻ്റെ കൂടെ ഫയൽ ഡോട്ട് ഒറിജിനൽ ഫയൽ നെയിം, അതായത് നമ്മളിവിടെ ഒരു റാൻഡം ആയിട്ടുള്ളൊരു ടൈം സ്റ്റാമ്പിൻ്റെ ഒരു ഡേറ്റ ആഡ് ചെയ്തതിന് ശേഷം അണ്ടർസ്കോർ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒറിജിനൽ ഫയൽ നെയിം കൂടി കൊടുക്കുന്നു. സോ ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ ഫയൽ നെയിം കൊടുക്കുന്നത്. ഓക്കെ, സോ ഡെസ്റ്റിനേഷൻ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഫയൽ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് കൊടുക്കേണ്ടത്. സോ ഇനി നമ്മളിവിടെ ഫയൽ സ്റ്റോറേജ് ഏതാണ് ഫോൾഡർ എന്നുള്ളത് പറഞ്ഞു, ഫയൽ നെയിം എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഈ കാര്യം നമുക്കിവിടെ ഇതിൻ്റെ കൂടെ ഈ മൾട്ടറിൻ്റെ മിഡിൽ വെയറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ അതിന് നമ്മളിവിടെ ഫയൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതിന് വാല്യൂ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഫയൽ സ്റ്റോറേജ് എന്നുള്ളത് ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, സോ അതിന് ശേഷം നമുക്കിനി വേണ്ടത് നമ്മളുടെ ഫയൽ അപ്ലോഡിങ് പ്രോസസ്സ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ ഇമേജ് ഇപ്പോൾ കാണിക്കില്ല, എന്താണെന്നുള്ളത് ഞാൻ പറയാം. ആഡ് ആൽബം എന്നുള്ള പേജിലേക്ക് പോയിട്ട് ആൽബം 2 ഞാൻ കൊടുക്കുന്നു. ഒരു ഫയൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നു. ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നു, കണ്ടന്റ് കൊടുക്കുന്നു, ഞാനിത് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, സബ്മിഷൻ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതെങ്ങനെ ഡിസ്പ്ലേ ആയെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. സോ ഡിസ്പ്ലേ എന്നുള്ള പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ അഡ്മിൻ കൺട്രോളറിൽ ഓൾറെഡി നമുക്കിവിടെ ഇമേജ് റിക്വസ്റ്റ് ഡോട്ട് ഫയലിൽ നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ട്. ഇമേജ് ഡോട്ട് പാത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു URL അവിടെ കിട്ടും. സോ ഈ URL ഞാൻ നേരെ ഡേറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്നതിന് ശേഷം ഇത്രയും പ്രോസസ്സ് ചെയ്തപ്പോൾ നമ്മളിവിടെ app.jsൽ കൃത്യമായിട്ടും ഫയൽ സ്റ്റോറേജ് ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇമേജസ് എന്നുള്ള ഫോൾഡറാണ് ഡെസ്റ്റിനേഷൻ ഫോൾഡർ. അതുപോലെ ഫയൽ നെയിം എന്ന് പറയുന്നത് ഞാനൊരു സ്ട്രിങ് ഡേറ്റ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇമേജസ് ഫോൾഡറിലേക്ക് വന്നാം. ഇവിടെ 2 ഇമേജസ് ആണ്. ഒന്ന് നമ്മൾ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തത്, ഇപ്പോൾ ജനറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫയൽ നെയിം എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ റീനെയിം ചെയ്തതാണ്. രണ്ടാമതുള്ള ഇമേജിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ നെയിം ഞാനൊന്ന് .png എന്ന് ആക്കുവാണ്. സോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത ഈ ഒരു ഇമേജാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫയൽ നെയിം ഒന്നും കറക്റ്റ് അല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, സെർവർ ഒന്നുകൂടി ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ദെൻ ഞാനത് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇമേജസ് ഫോൾഡറിലുള്ള 2 ഇമേജസും ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുവാണ്. മാനുവലി ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇമേജസ് എന്നുള്ള ഫോൾഡറിൽ ഡേറ്റ ഒന്നുമില്ല. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൽബംസ് 2 ഞാൻ ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യുവാണ്. സോ ഇനി ഞാൻ ആഡ് ആൽബം പോയിട്ടൊരു ആൽബം 1 ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഫയൽ നെയിം ഞാനിവിടെ പറയുന്നു, ഒരു ഇമേജ് പറയുന്നു, കണ്ടന്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന് ശേഷം നമ്മുടെ ഇമേജസ് എന്നുള്ള ഫോൾഡറിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ നമുക്ക് ആ ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. കറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫയൽ സ്റ്റോറേജ് അല്ല, നമുക്ക് സ്റ്റോറേജ് എന്നാണ് കൊടുക്കേണ്ടത്. സ്റ്റോറേജിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഈ പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുന്നത്. സോ ഇതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഡേറ്റ ഇമേജസ് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ നമ്മുടെ ഇമേജിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ല. സോ നമ്മൾ നമ്മുടെ സെർവറിലേക്ക് വരുന്നു. ഈ ഒരു എൻട്രി ഞാനിവിടെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. ആഡ് ആൽബം പോകുന്നു, ആൽബം 1 ആഡ് ചെയ്യുന്നു, ഇമേജ് കൊടുക്കുന്നു, കണ്ടന്റ് കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഇമേജ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിനി ഫോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമേജ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇമേജിൻ്റെ ഫോമാറ്റ് ഓൾറെഡി JPEG എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മുടെ കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നെയിം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ നെയിം കറക്ഷൻ നമ്മളിവിടെ ചെയ്യുവാണ്. സോ ഇമേജ് ഇവിടെ ടു ISO സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനി നമുക്കൊരു ആൽബം കൂടി ആഡ് ചെയ്ത് നോക്കാം. ആൽബം 2 ഒരു ഫയൽ ഞാൻ ചൂസ് ചെയ്യുന്നു, കണ്ടന്റ്, സബ്മിറ്റ്.
ഓക്കെ, ഇമേജ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി നമ്മുടെ ഫോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇമേജസിൻ്റെ ഫോൾഡറിലൊരു റാൻഡം ആയിട്ടുള്ളൊരു ടൈം സ്റ്റാമ്പും അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ഒറിജിനൽ ഫയൽ നെയിം ഇവിടെ ക്രിയേറ്റ് അയക്കുന്നത് കാണാം. ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ നമ്മുടെ അപ്ലോഡിങ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫോൾഡറിലേക്ക് ഫയൽ അപ്ലോഡ് ചെയ്തു, ഡേറ്റാബേസിലേക്ക് നമ്മളിവിടെ അഡ്മിൻ കൺട്രോളർ വഴി സേവ് ചെയ്തു. ആ സേവ് ചെയ്ത ഡേറ്റ ആണ് നമ്മുടെ ഹോം പേജ് വഴി നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ പേര് അല്ലെങ്കിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ഈ ഫയൽസ് അതിൻ്റെ ഒരു വാലിഡേഷൻ പ്രോസസ്സ് നമുക്ക് അവിടെ നടക്കണം. എല്ലാ ടൈപ്പ് ഓഫ് ഫയൽസിനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് പോയിട്ട് ഒരു PDF അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ഫയലൊന്നും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അതിന് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫയൽ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ സോ ഞാൻ അതിനെ ഒരു ഫയൽ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ ചെയ്തതിന് ശേഷം ഞാൻ ആ ഫംഗ്ഷൻ ഇവിടെ എഴുതാൻ പോവാണ്. ഓക്കെ, കോൺസ്റ്റന്റ് ഫയൽ ഫിൽട്ടർ ഈക്വൽ ടു അതൊരു ഫംഗ്ഷനായിട്ടാണ് എഴുതുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷനാണ് ഇനി ഫയലിൻ്റെ ഫിൽറ്ററിങ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ഈ കോൾ ബാക്ക് ട്രൂ ആവുന്ന കേസിൽ ഫിൽറ്ററിങ് പ്രോസസ്സ് നടക്കുകയും ഫോൾസ് ആവുന്ന കേസിൽ ഫിൽറ്ററിങ് പ്രോസസ്സ് നടക്കില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ നടക്കാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഫയൽ ഫിൽറ്ററിങ് ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് ഫയലാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഒരു വാലിഡേഷൻ പ്രോസസ്സ് നമുക്കവിടെ നടത്തണം. സോ നമുക്കറിയാം ഒരു ഫയൽ വന്നു കഴിയുമ്പം ഈ ഫയലിൻ്റെ മൈം ടൈപ്പ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ മൈം ടൈപ്പ് എന്ന് പറയുന്നത് JPEG അല്ലെങ്കിൽ PNG അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അലോ ചെയ്യുന്നു, അല്ലാത്ത കേസിൽ നമ്മളതിനെ ഡിസലോ ചെയ്യും. സോ ആ ഒരു കണ്ടീഷൻ ചെക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് നമുക്ക് ഫയൽ ഡോട്ട് മൈം ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഈക്വൽ ടു ഇമേജ് / PNG ഓർ മൈം ടൈപ്പ് ഈക്വൽ ടു ഇമേജ് / JPEG. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ ചെക്ക് വഴി നമ്മളിവിടെ ചെയ്യുന്നു. ദെൻ എൽസ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോൾ ബാക്കിന് നമ്മൾ ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ. സോ ഈ ഒരു പ്രോസസ്സ് വഴി നമുക്കതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഞാനിത് സേവ് ചെയ്യുന്നു. നമുക്കിവിടെ ഒരു കാര്യം കൂടി ചെയ്യാം, ഒരു ലോഗിൻ കൂടി ചെയ്യാം. ഒരു ഫിൽറ്ററിങ് പാസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പാസ് എന്ന് പറയുന്നു നോട്ട് പാസ്വേഡ് എന്നും പറയും. ഓക്കെ, സോ നമുക്ക് ആ ഫിൽറ്ററിങ് പ്രോസസ്സ് അവിടെ പ്രോപ്പറായിട്ട് നടന്നോ ഇല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഞാൻ എൻ്റെ ആഡ് ആൽബം എന്നുള്ള ഒരു ആഡ് ആൽബം പേജിലേക്ക് വരുന്നു. ടെസ്റ്റ് ഇവിടെ ഞാൻ വേറൊരു എക്സ്റ്റൻഷനിലുള്ളൊരു ഫയലിനെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ വേറെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയലോ മറ്റോ എന്തെങ്കിലും, ഇവിടെ ഒരു SVG ഫയലുണ്ട്, ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടന്റ് എന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ സമ്മർ റെക്കോർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ക്യാച്ച് ചെയ്തതാണ്, നമ്മൾ എറർ ഹാൻഡ്ലിങ് ചെയ്യുന്ന സമയത്തേക്ക് ഹാൻഡിൽ ചെയ്തതാണ്. ഇവിടെ എറർ വന്നിട്ടുണ്ട്. ആ എറർ എന്താണെന്നുള്ളത് നോക്കാം. കനോട്ട് റീഡ് പ്രോപ്പർട്ടി പാത്ത് ഓഫ് അൺഡിഫൈൻഡ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇവിടെ നോട്ട് പാസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഗ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് നമ്മളിവിടെ വേറെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തപ്പോൾ അതവിടെ പാസ്സായിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കൊടുക്കാം. ഒരു ഇമേജ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം.
ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. അതൊരു JPG ഫോമാറ്റിലുള്ള ഫയൽ ആയതുകൊണ്ട് തന്നെ അതിനെ അലോ ചെയ്യുകയും അലോ ചെയ്തതിന് ശേഷം നമുക്കത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതും ഇവിടെ കാണാൻ പറ്റും. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇമേജ് അപ്ലോഡിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ അപ്ലോഡ് ചെയ്ത ഫയൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റണം. ഡിലീറ്റ് ചെയ്ത് കളയാന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഡിലീറ്റ് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ അവിടെ ഡിലീറ്റ് ആയി പോകും. നമ്മുടെ എൻട്രി ഡാറ്റാബേസിൽ നിന്നും ഡിലീറ്റ് ആവും. പക്ഷേ ഇവിടെ ഫോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, ഇമേജസ് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ കാണാം നമുക്കിവിടെ ആ ഒരു പർട്ടിക്കുലർ ഫയൽ ഡിലീറ്റ് ആയിട്ടില്ല. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫയൽ അവിടെ ഡിലീറ്റ് ആയിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് നമ്മൾ ഈ പറയുന്ന പോലെ ഡിലീറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിലീറ്റ് പ്രോസസ്സ് അവിടെ നടക്കുന്നു. നമുക്ക് ഡേറ്റാബേസിൽ നിന്ന് എൻട്രി പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഫയൽ സ്റ്റോറേജിൽ നിന്നും ആ ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റണം. സോ അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ യൂട്ടിലിറ്റി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ യൂട്ടിൽസ് ഫോൾഡറിൽ ഓൾറെഡി ഞാനൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കോഡെന്ന് പറയുന്നത് നമുക്കറിയാം Node.js-ന് തന്നെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ആ ഫയൽ സിസ്റ്റത്തെ ഞാൻ റിക്വയർ ചെയ്തിട്ട് ഈ ഫയൽ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഡിലീറ്റ് ഫയൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഡിലീറ്റ് ഫയൽ, അത് ഫയൽ പാത്ത് എന്നുള്ളൊരു പാത്ത് ഇവിടെ റിക്വയർ ചെയ്യുന്നുണ്ട്. ആ പാത്ത് റിക്വയർ ചെയ്തതിന് ശേഷം fs.unlink എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ അൺലിങ്ക് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഏതാണോ പാത്ത് കൊടുക്കുന്നത് ആ പാത്തിലൊരു ഫയൽ ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യും. സോ ഇവിടെ അതിന് എററുണ്ട്, എററിൽ ക്യാച്ച് ചെയ്യുന്നു, ക്യാച്ച് ചെയ്തിട്ടുള്ള എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ത്രോ ചെയ്യുന്നു. അതിനുശേഷം ഞാനിതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം അഡ്മിൻ കൺട്രോളർ എന്നുള്ള കൺട്രോളറിലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ ഫയൽ ഹാൻഡിൽ എന്നുള്ള രീതിയിലൊരു നെയിം കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഫയൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ആ ഒരു ഫയൽ മാനേജർ ഞാൻ വിളിക്കുവാണ് ഫയൽ. ഓക്കെ, സോ അതിന് ശേഷം നമ്മുടെ ഡിലീറ്റ് ആൽബം എന്നുള്ളതിലേക്ക് വരും. ഇനി നമുക്ക് ആൽബം ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് നോക്കാം. സോ ഡിലീറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് കോഡൊന്ന് നമുക്കൊന്ന് റീവർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കിവിടെ വേണ്ടത് നമ്മളിവിടെ ആൽബം ID കിട്ടുന്നുണ്ട്. ആൽബം ID നമുക്കിവിടെ അവൈലബിൾ ആയി. ആൽബം ID വെച്ചിട്ട് നമ്മളിനി ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊരു ഈ ആൽബത്തിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻഡ് ബൈ ID യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ആൽബം ID നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. ആൽബം ID പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതൊരു ദെൻ ബ്ലോക്കിലേക്ക് പോയിട്ട് ഇവിടെ നമ്മൾ ആൽബമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ആൽബം കിട്ടിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ ഫയൽ ഹാൻഡ്ലർ വിളിക്കുന്നു. ഡിലീറ്റിംഗ് പ്രോസസ്സ് നമ്മളിവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഫയൽ ഹാൻഡിൽ ഡിലീറ്റ് ഫയൽ എന്നുള്ള ആ ഒരു മെത്തേഡ് വിളിച്ചിട്ട് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വിളിച്ചതിന് ശേഷം ആൽബം ഡോട്ട് ഇമേജ് URL കൊടുക്കുന്നു. സോ ഇത് നമ്മളൊരു എന്താ പറയുക, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഡിലീറ്റ് പ്രോസസ്സ് അവിടെ നടന്നാൽ മതി. അതിനകത്തുനിന്നൊരു കോൾ ബാക്കോ അല്ലെങ്കിൽ റെസ്പോൺസ് നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കട്ടെ. അതിനുശേഷം ഞാൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചിട്ട് ആൽബം ഡോട്ട് delete1 എന്നുള്ള മെത്തേഡ് വിളിക്കുന്നു. delete1ൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ID ആൽബം ഡിലീറ്റ് ചെയ്യാനുള്ള ID നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇത്രയും ചെയ്യുന്നു. അത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ റിസൾട്ടിലേക്ക് വരാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ ഞാൻ വേണ്ടി ചെയ്യുന്നത്. സോ നമ്മൾ ഫയൽ JS-ൽ എഴുതിയ ഡിലീറ്റ് ഫയൽ എന്നുള്ള മെത്തേഡാണ് ആ ഫംഗ്ഷനാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ആസ് ഓഫ് നോ എൻ്റെ ഇമേജസ് ഫോൾഡറിൽ 2 ഫയൽസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. അപ്പം ഞാൻ ഈ 2 ഡേറ്റ ആണ്. സോ ഞാനത് ഒന്ന് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. സോ ആൽബം ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റ ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇമേജസ് ഫോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇമേജ് അവിടെ കാണുന്നുള്ളൂ. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് അതിൻ്റെ ഡിലീഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
സോ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ഫയൽ ഹാൻഡ്ലിങ്ങിൻ്റെ ഫയൽ അപ്ലോഡിങ് ഡിലീറ്റിംഗ് ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഈ പറയുന്ന പോലത്തെ രീതിയിൽ ഫിൽറ്ററിങ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനും മറ്റ് സിംഗിൾ ഫയൽ അപ്ലോഡ് എങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. താങ്ക് യു.